ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖിനെ തെരയുകയാണ് അന്വേഷണ സംഘം ഫ്രാൻഡിക്കായി. കൊച്ചി നഗരത്തിനകത്തും പുറത്തും വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. ഇരകൾ പരാതി കൊടുക്കാൻ വൈകുന്നത് ആ പരാതിയുടെ ക്രെഡിബിലിറ്റി നഷ്ടമാകും മട്ടിൽ വീഴ്ചയല്ല എന്ന സുപ്രധാന നിരീക്ഷണം നടത്തുന്നു ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധിയിൽ കോടതി. ആ വിധി അസാധാരണമായ രീതിയിൽ കുറേയധികം പേജുകളുള്ള ഒരു വിധിയാണ്. അതിന്റെ പേരിൽ അതിജീവിതയെ വ്യക്തിഹത്യ നടത്താനാവില്ല എന്ന കർശനമായ ഭാഷയിൽ പറയുകയും ചെയ്യുന്നു കോടതി. സിദ്ദിഖിന്റെ അറസ്റ്റിനെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണോ? എത്രത്തോളം ക്രൂഷ്യലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആ കോടതി ഉത്തരവ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്നിവർ ചർച്ചയിൽ. ആദ്യം ഇന്നിപ്പോൾ എന്താണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ മുതൽ സിദ്ദിഖിനെ തേടി പരക്കം പാച്ചിലാണ് അന്വേഷണ സംഘമുള്ളത്. എവിടെയാണെന്ന് ഇപ്പോഴും എന്തെങ്കിലും സൂചന പോലീസ് സംഘത്തിനുണ്ടോ എന്നാലും അറിയില്ല. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, രാത്രിയും പരിശോധന തുടരുകയാണോ? സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് പോകുന്നതിന് മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നല്ലോ. അത് പ്രാക്ടിക്കലാകുമെന്ന് കരുതാമോ ശ്രീകാന്ത്? ഹഷ്മി, നേരത്തെ തന്നെ വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഒരു നോട്ട് ടു അറസ്റ്റ് ഈ കേസിൽ, സിദ്ദിഖിന്റെ കേസിൽ ഇല്ലായിരുന്നു. മറ്റ് സിനിമാ താരങ്ങളുടെ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ സിദ്ദിഖിന്റെ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഇല്ല. അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്താമായിരുന്നു. ഇനി അതുമല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാമായിരുന്നു. ഈ തെളിവുകൾ പിടിച്ചെടുക്കാമായിരുന്നു. ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുക്കാമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ അദ്ദേഹത്തിൻ്റെത് പരിഗണിക്കാനിരിക്കെ അദ്ദേഹത്തിന് മുകളിൽ ഒരു മേൽനോട്ടം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അദ്ദേഹത്തിന് സിദ്ദിഖിന് ഇവിടെ നിന്നും മുങ്ങുന്നതിനുള്ള എല്ലാ അവസരവും പോലീസ് ഒരുക്കിക്കൊടുത്തു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഇല്ലെങ്കിൽ നിരീക്ഷണം ശക്തമാക്കേണ്ടിയിരുന്നു. ഇന്നലെ പടമുകളിലെ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. 3:30 പിറവത്തൊരു പരിപാടിയിലും സിദ്ദിഖ് പങ്കെടുത്തിരുന്നു എന്ന വിവരം കൂടി നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ കാര്യത്തിലേക്ക് വന്നാൽ 10:15 വിധി വന്ന ഈ നിമിഷം വരെയും ഈ സിദ്ദിഖ് എവിടെയെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനോ പ്രത്യേക അന്വേഷണ സംഘത്തിനോ പോലീസിനോ ലോക്കൽ പോലീസിനോ സാധിച്ചിട്ടില്ല. അവർ പരമാവധി ശ്രമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ട് എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെ പരിശോധന നടത്തിയെങ്കിലും അവിടെ സിദ്ദിഖ് ഇല്ല എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ കിട്ടുകയുണ്ടായത്. ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അന്വേഷിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റ് വിവരങ്ങളില്ല. സുഹൃത്തുക്കളുടെ വീടുകൾ, പോകാൻ സാധ്യതയുള്ള കുടുംബാംഗങ്ങളുടെ വീടുകൾ ഒക്കെ തിരയുന്നുണ്ട്. കുട്ടമശ്ശേരിയിലെ തറവാട്ട് വീട്ടിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് എത്തിയിരുന്നു. പടമുകളിലെ വീട്ടിലും സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം എത്തിയിരുന്നു. അവർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്നും ഒരു പ്രത്യേക സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി അവരായിരിക്കും കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതും. പക്ഷെ ഒരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത്, അഭിഭാഷകർ ഇപ്പോൾ രാത്രി വൈകിയും ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ്. സിദ്ദിഖിന്റെ മകൻ രാമൻപിള്ള അസോസിയേറ്റ്സിലെത്തി അവിടെ ചർച്ചകൾ നടത്തുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ഇതുവരെയുള്ള ഒരു കാര്യങ്ങൾ വിലയിരുത്തുക, പരിശോധിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തുച്ഛമാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ ശ്രീകാന്ത് പറയുന്ന പോലെ ഒരു നോട്ട് ടു അറസ്റ്റ് എന്നുള്ളൊരു നിർദ്ദേശം അവിടെ ഉണ്ടായിരുന്നില്ല. പരാതി കൊടുത്തിട്ട് മാസമൊന്നായി, FIR ഇട്ടിട്ട് കുറേ നാളുകളായി. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെ അറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ ഇത് തള്ളാനുള്ള പോസിബിലിറ്റി കൂടി പോലീസ് കാണണമല്ലോ, ഒരു നിരീക്ഷണത്തിൽ വെക്കണമല്ലോ. എവിടെയാണ് ഉണ്ടാവുക എന്ന് പോലീസ് സംഘത്തിന് സ്വാഭാവികമായി അറിയേണ്ടതാണല്ലോ. അതൊന്നും ഉണ്ടായില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ബൈജു കൊട്ടാരക്കര? തീർച്ചയായിട്ടും അത് തന്നെയാണ് ലക്ഷ്മി. അത് പോലീസിന് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ ഇപ്പോൾ നമ്മുടെ ശ്രീകാന്തൊക്കെ പറഞ്ഞതുപോലെ ഒരു നിരീക്ഷണം ഏർപ്പെടുത്താമായിരുന്നു. ആ നിരീക്ഷണം ഏർപ്പെടുത്തിയെങ്കിൽ നോട്ട് ടു അറസ്റ്റ് ഇല്ലാത്തടത്തോളം കാലം ആ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ സിദ്ദിഖ് പോവില്ലായിരുന്നു. അത് തന്നെയായിരുന്നു സത്യം. ഞാൻ ഒരു കാര്യം ഞാൻ ഇപ്പം വീണ്ടും പറയുന്നു ആഷ്മി. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നില്ലേ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ പറയുന്ന ഇതിനകത്തുള്ള എത്ര പേരുടെ പേര് അതിനകത്തുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെ പരിശോധിച്ചാൽ അത് വളരെയധികം കുരുക്കാവും എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയല്ലേ ആ പേരുകൾ പുറത്തുവിടാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിദ്ദിഖിൻ്റെ പേര് അതിലുണ്ടോ, മുകേഷിൻ്റെ പേര് അതിലുണ്ടോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരുകൾ അതിനകത്തുണ്ടോ എന്നുള്ളതൊക്കെ പുറത്തു വരണം. ഇത് അറിയാവുന്ന ആളുകൾ, പല ആൾക്കാരും മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. കാരണം ഇത് 3-3.5 വർഷത്തിന് മുമ്പ് ചോർന്നതാണ് ഈ റിപ്പോർട്ട്. ആ ചോർന്നതിൻ്റെ ആ ബലത്തിൽ അന്ന് ആ ചോർന്നത് അറിഞ്ഞതിന് ശേഷം നമ്മൾ എത്രയോ ചർച്ചകൾ പോലും നടത്തിയിട്ടുണ്ട് ആ സമയം. അതുകൊണ്ട്
ഇത് സർക്കാരിൻ്റെ കയ്യിൽ ഏതോ ഒരു ഒളിച്ചുകളി ഉണ്ടായിരുന്നു ഇത്രയും ദിവസം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മുകേഷിന് വേണ്ടിയിട്ട് സിദ്ദിഖിൻ്റെ ഈ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് നീട്ടിക്കൊണ്ടിരുന്നു. കാരണം മുകേഷ് MLA ആണ്, പാർട്ടി MLA ആണ്, കൊല്ലത്തിൻ്റെ ജനപ്രതിനിധിയാണല്ലോ. അപ്പോൾ ആ ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടി ഒന്ന് നീട്ടിക്കൊണ്ടുപോയതാണ് ഈ സിദ്ദിഖിൻ്റെ കാര്യം ഇവിടം വരെ എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഹരീഷ് വാസുദേവൻ പരാതിക്കാരുടെ അഭിഭാഷകൻ കൂടി, ഇരയുടെ അഭിഭാഷകൻ കൂടി ചേരുന്നുണ്ട്. ഹരീഷ് വാസുദേവൻ, ഇവിടെ ഈ കോടതി ഉത്തരവിൽ എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കുന്നവരെ അല്ലെങ്കിൽ ഇരകളായി പുറത്തു വന്ന് വർത്തമാനം പറയാൻ ധൈര്യം കാണിക്കുന്നവരെ അങ്ങേയറ്റത്തെ വൃത്തികേടുകൾ കൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലടക്കം അഭിഷേകം നടത്തുന്ന ഒരു കാലത്ത് ഈ കോടതി ഉത്തരവിൽ എഴുതി വെക്കുന്നുണ്ട്, ഒരാൾ സെക്ഷൽ അസോൾട്ട് നേരിട്ടാൽ അത് അയാളുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമല്ല, അവർ നേരിട്ട ദുരിതത്തിൻ്റെ ഇൻഡിക്കേഷനാണ് തുടങ്ങിയ നക്ഷത്ര ശോഭയുള്ള കുറേ വാചകങ്ങൾ ആ കോടതി ഉത്തരവുണ്ട്. അതിലേക്ക് വരാം. ഹരീഷ് വാസുദേവൻ ഇപ്പോഴും പക്ഷേ സിദ്ദിഖിനെ തേടി അന്വേഷണ സംഘം പരക്കം പായലാണ്, എവിടെയാണെന്ന് അറിയില്ല. ഹരീഷ് വാസുദേവൻ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള ചാൻസ് മാത്രമല്ലല്ലോ അന്വേഷണ സംഘം കാണേണ്ടത്, അത് കൊടുക്കാതിരിക്കാനുള്ള ചാൻസ് കൂടി കാണേണ്ടതല്ലേ? എവിടെയാണ് നോക്കി വെക്കില്ലേ? അതൊന്നും ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥത്തിൽ സിദ്ദിഖിനെ പിടികൂടണം എന്ന് ആഗ്രഹിച്ചിരുന്നോ അന്വേഷണ സംഘം? ഹരീഷ്, ഹാഷ്മി, അന്വേഷണ സംഘത്തിൻ്റെ ഷൂസിൽ കയറി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രക്രിയയെ വിലയിരുത്തിക്കൊണ്ടോ നമുക്ക് മെറിറ്റിലൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. പക്ഷേ ഒരുപാട് കേസുകൾ നടത്തുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ഈ കേസിൽ ഒരഭിപ്രായവും ഞാൻ ഒരു ചാനലിലും പറയാതിരുന്നത് ഞാൻ ആ കേസിൽ ഹാജരാകുന്ന ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ഇന്നിപ്പോൾ ജഡ്ജ്മെൻറ്റ്സ് ആർ ഫ്രീ ടു ഡിസ്കസ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വിധിന്യായത്തെപ്പറ്റി നമുക്ക് തീർച്ചയായിട്ടും ചർച്ചകൾ നടത്താൻ കഴിയും. അതൊരിക്കലും അന്വേഷണ സംഘത്തിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ നെഗറ്റീവോ പോസിറ്റീവായി സ്വാധീനിക്കാനല്ല, മറിച്ച് നമ്മൾ ഇതിനകത്ത് കാണുന്ന ചില കാര്യങ്ങൾ പറയേണ്ടത് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക്, ഉറക്കെ ചിന്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മീഡിയ ട്രയൽ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിനകത്ത് വസ്തുതകൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ഒന്ന്, ഈ കേസിൽ അതിജീവിത ആദ്യം ഈ വിഷയങ്ങൾ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുമ്പിലാണ്, ജനങ്ങൾക്ക് മുമ്പിലാണ്. അതിനുശേഷമാണ് പോലീസിലേക്ക് പോകുന്നതും FIR ഇടുന്നതും ഒക്കെ. അന്ന് മുതൽ പറയുന്ന കാര്യമാണ് ഫേസ്ബുക്ക് വഴി പ്രതി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യവും പ്രതി നടത്തിയിട്ടുള്ള മെസ്സേജുകളും മറ്റു കാര്യങ്ങളും ഒക്കെ. നാളിതുവരെയായിട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നില്ല എന്നത് മാറ്റിവെച്ചാൽ പോലും മറ്റെല്ലാ കേസിലും, മുകേഷിൻ്റെ കേസിലും മറ്റു കേസുകളിലൊക്കെ നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനി കോടതിയോടുള്ള ബഹുമാനം കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പോലും ഈ ഇലക്ട്രോണിക് എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആ തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ വളരെ സുപ്രധാനമായുള്ള സാക്ഷികളെ സ്വാധീനിക്കാനുള്ള പ്രതിയുടെ അവസരങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ പ്രതിയെ ഒന്ന് ചോദ്യം ചെയ്ത് കളയാം എന്ന് പോലും ഈ കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നാളിതുവരെയായി വിചാരിച്ചില്ല എന്നുള്ളത് ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഉള്ളറകൾ നമുക്ക് തുറന്നു കിട്ടുന്നത് മുകേഷിൻ്റെ ജാമ്യാപേക്ഷ അനുവദിച്ചപ്പോൾ അതിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യേണ്ട എന്ന് പ്രോസിക്യൂഷൻ തീരുമാനിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കാൻ ഈ കേസിലെ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കല്ല, ഒരു പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും ലോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും നമുക്ക് ചില ഞെട്ടലുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസന്വേഷണത്തിൽ അക്കമിട്ട് പറയുന്ന, കോടതിയുടെ വിധിന്യായത്തിൽ പോലും അക്കമിട്ട് പറയുന്ന തരത്തിലുള്ള ഈ തെളിവുകൾ ശേഖരിക്കുന്നതിനകത്തുള്ള പോലീസിൻ്റെ കാര്യക്ഷമതയില്ലായ്മ നമുക്ക് വെളിവാകുന്നത്. ഇന്നലെ വൈകിട്ട് വരെ പ്രതി എവിടെയുണ്ട് എന്നറിയാമായിരുന്ന പോലീസ്, ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന പോലീസ് തീർച്ചയായിട്ടും പ്രതിയുടെ മൂവ്മെൻ്റ് അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നറിയാത്ത ആളുകളല്ല പോലീസ്. തീർച്ചയായിട്ടും ഈ ലോജിക്ക് ഉപയോഗിച്ചാൽ സുപ്രീം കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുത്താൽ ഇനി സുപ്രീം കോടതി വിധി വരട്ടെ എന്ന് പറയാനുള്ളൊരു കുയുക്തി ഈ കാര്യത്തിൽ സ്റ്റേറ്റ് പാലിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഫെസിലിറ്റേഷൻ, ഒരു ഒരുക്കി കൊടുക്കലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹരീഷ് വാസൻ, ഇവിടെ ഈ കോടതി ഉത്തരവ് വായിക്കുമ്പോൾ അതിൽ സീനിയർ കൗൺസിൽ ബി രാമപിള്ളയുടെ പേരാണ് കിടക്കുന്നത്. ഇനി ബി രാമപിള്ള നേരിട്ട് ഹാജരായെന്നാലും എനിക്കറിയില്ല, അദ്ദേഹത്തിന് അസോസിയേറ്റ്സ് ആണോ എന്നറിയില്ല. പക്ഷേ അവരുടെ വാദിക്കുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവർ പറയുകയാണ് ഈ പരാതിക്കാരി ഔട്ട്സ്പോക്കൺ ആണ്, ഈ പരാതിക്കാരി ആർക്കെതിരെയും എന്തും പറയുന്ന മനോഗതിയുള്ള ആളാണ്. ഹരീഷ് വാസൻ, എനിക്കറിയില്ല, ഒരു കോടതി ഇപ്പോൾ ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമത്തിലോ ഒരാളുടെ വ്യക്തിഹത്യ എങ്ങനെ നടത്താം? കോടതി മുറിയിൽ പ്രധാനപ്പെട്ട ഒരു തലമുതിർന്ന അഭിഭാഷകൻ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്ന വാദങ്ങൾ നടത്തും എന്ന് വിശ്വസിക്കണോ?
പൂർണ്ണമായും വ്യക്തിഹത്യ നടത്തുന്ന വാദങ്ങൾക്കല്ലേ ഇന്ന് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി, മാരക പ്രഹരം കിട്ടിയത്? ഹരീഷ് വാസുദേവൻ. ഞാൻ ആ കോടതിയിൽ നടന്ന വാദത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. അത് കോടതി മുറികൾക്കകത്ത് തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെമ്പാടും നടക്കുന്ന ഇത്തരം കേസുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ കേസിന്റെ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ഹരീഷ് വാസുദേവൻ, ഞാൻ കോടതി മുറി ചോദിച്ചില്ല, പറയുകയും വേണ്ട. പക്ഷേ ഈ പറയുന്ന കോടതി ഉത്തരവിൽ, ഞാൻ കോടതി ഉത്തരവിൽ പറയുന്നതാണ്, ഔട്ട്സ്പോക്കൺ ആണ്, ഏത് സമയത്തും ആർക്കെതിരെ എന്തും പറയുന്ന ആളാണെന്ന് പറയാണ് കോടതി. ആ വാചകം പ്രതി സിദ്ദിഖിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റേതായി കോടതി റെക്കോർഡ് ചെയ്തിരിക്കുന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം വാദഗതികൾ ഉയർത്തുന്നതിൻ്റെ നൈതികതയും നിയമപരമായ സാധുതയും തന്നെ കോടതി ചോദ്യം ചെയ്തത്. അത് ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിൽ നടത്തുന്ന പ്രതികളും പ്രതികൾക്ക് വേണ്ടിയും നടത്തുന്ന ഇത്തരം ആരോപണങ്ങൾക്കുള്ള ശക്തമായ മറുപടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേസിന്റെ വിധിന്യായത്തെ ഈ കേസിലെ ഇരയ്ക്ക് മാത്രമുള്ള നീതിയല്ലെന്നും മറിച്ച് ഒരു സിസ്റ്റത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, നമ്മളൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം പ്രതികൾക്ക് വേണ്ടി ഹാജരാവുന്ന തലമുതിർന്ന അഭിഭാഷകരുടെ പെർസ്വേസീവ് കപ്പാസിറ്റിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന വാദഗതികളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പ്രതികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ ശക്തമായി നിലകൊള്ളുന്ന ഒരു സിസ്റ്റം തന്നെയാണ്, അത് ആവശ്യവുമാണ്. പക്ഷെ അപ്പോൾ പോലും ഇരകൾക്ക് നീതി കിട്ടുന്നുണ്ടോ? ഇരകൾ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാത്തത്? ഇരകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അട്രോസിറ്റി നേരിടേണ്ടി വരുന്നത് എന്ന ചോദ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുമ്പാകെയും ഹൈക്കോടതികൾക്ക് മുമ്പാകെയും പലപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ഇരകൾക്ക് അത്തരം അവസരം കിട്ടാതെ പോകുന്നുമുണ്ട്. ഈ കേസിലെ വിധിന്യായം എനിക്ക് വളരെ പ്രത്യേകത ഉള്ളതായിട്ട് തോന്നുന്നത് അത് ഈ ഇരയ്ക്ക് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ഒരുപാട് സർവൈവേഴ്സിന് പ്രതീക്ഷ നൽകുന്ന, അവർക്കൊരു കവചം തീർക്കുന്ന ഒരു വിധിന്യായമാണ്. കാരണം അവരെ ഭത്സിക്കാൻ, അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ ശ്രമിക്കുന്ന പ്രതിഭാഗത്തിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടി കൂടിയാണ്. ഈ ക്യാരക്ടർ അസാസിനേഷൻ കൊണ്ട് നിങ്ങൾ ഒന്നും നേടുന്നില്ല എന്ന് പ്രതിഭാഗങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു വിധിന്യായം കൂടിയാണ്. ആ അർത്ഥത്തിൽ കേരള ജുഡീഷ്യറിയെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും നല്ല ഒരു വിധിന്യായത്തിന് സംഭാവന ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയായി മാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രസീവ് ജഡ്ജ്മെന്റ് കൂടിയാണ്. കാരണം ഇരകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാതെ നമുക്ക് ഒരു തരത്തിലുള്ള നീതിന്യായ സംവിധാനവും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന ഇരകൾക്ക് ഇത്തരം ഭത്സനമല്ല വേണ്ടത്, മറിച്ച് അതിൻ്റെ മെറിറ്റ് പാരഗ്രാഫ് 23 പറയുന്നു, അതിൻ്റെ മെറിറ്റ് പരിശോധിക്കുക മാത്രമാണ് കോടതിയുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ഇത്തരം ഭത്സനങ്ങൾ കൊണ്ടോ വ്യക്തിഹത്യ കൊണ്ടോ പ്രതിഭാഗം ഒന്നും നേടുന്നില്ല എന്ന് പഠിക്കുക കൂടിയാണ് നിയമ സംവിധാനം ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ശ്രീ രാഹുൽ ഈശ്വർ, കോടതി വളരെ ഭംഗിയായി വളരെ വ്യക്തമായി ഒരു സന്ദേഹങ്ങൾക്കും അടിസ്ഥാനമില്ലാത്തവണ്ണം പറയുന്നു, പരാതിക്കാരി അവർ നേരിട്ട അതിഭീകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആ പരാതി പറയാൻ ആ വൈകൽ കാലയളവ് ഏതെങ്കിലും തരത്തിൽ അവരുടെ പരാതിയെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നതല്ല, അവരെ വ്യക്തിഹത്യ നടത്താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല. ഇനി വ്യക്തിഹത്യ നടത്തുന്നവരുടെ ലക്ഷ്യം എന്താണ്? ഈ പരാതിക്കാരെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമെന്ന് പറയുന്നവരെ സൈലൻസ് ആക്കലാണ് എന്ന് കോടതി വളരെ വ്യക്തമായി പറയുന്നു. അവരെ ഇത്തരത്തിൽ ഒരു സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിൽ അവരുടെ സ്വഭാവത്തിന്റെ പ്രശ്നമല്ല, അവർ നേരിട്ട കൊടിയ ദുരിതത്തിന്റെ ഇൻഡിക്കേഷൻ ആണെന്ന് കോടതി പറയുന്നു. അതൊക്കെ പറയുന്ന കോടതി പറയുകയാണ്, രാഹുൽ ഈശ്വർ, എന്താണ് ഓൺ കോംപ്രിഹെൻഡിംഗ് ദ നേച്ചർ, ഗ്രാവിറ്റി ആൻഡ് സീരിയസ്നെസ് ഓഫ് ദ അക്യൂസേഷൻ alleged against the petitioner, coupled with the materials placed on record, that prima facie shows the petitioner's involvement in the crime. പ്രഥമ ദൃഷ്ട്യാ ഈ പറയുന്ന പരാതിക്കാരൻ എന്നോ ജാമ്യാപേക്ഷമായി കോടതിയെ സമീപിച്ച സിദ്ദീഖിന്റെ കുറ്റം വെളിവാകുന്നതാണ്, ഇൻവോൾവ്മെന്റ് ഉണ്ടതാണ് എന്ന ഈ കോടതി ഉത്തരവ് താങ്കളും സ്വാഗതം ചെയ്യുകയല്ലേ രാഹുൽ ഈശ്വർ? അല്ല ശ്രീ ഹാഫി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞാൽ അയാൾ നിരപരാധിയാണോ? അല്ലല്ലോ. അതേപോലെ മുൻകൂർ ജാമ്യം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ അപരാധിയുമാകുന്നില്ല. മുൻകൂർ ജാമ്യം കിട്ടിയത് നിരപരാധിത്വത്തിന്റെ തെളിവല്ലാത്തതുപോലെ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത് അദ്ദേഹത്തിന്റെ അപരാധിത്വത്തിന്റെ തെളിവുമല്ല. ഇതിൽ 22-ാം പേജ് 26-ാം പാരഗ്രാഫ് കോടതി കൺക്ലൂഡ് ചെയ്യുന്നത് പോലും ഇങ്ങനെയാണ്. ഈ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ആ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഒബ്സർവേഷൻസ്. അത് കേസിന്റെ മെറിറ്റിലേക്ക് പോയി എന്ന് നിങ്ങൾ ആരും കരുതരുത്. ഇത് കോടതിയുടെ തന്നെ വാചകമാണ്. കേസിന്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ പോയി എന്നല്ല ഇതിനെ കാണേണ്ടത്. പകരം ഈ ഒബ്സർവേഷന് വേണ്ടി മാത്രം, ഈ പർപ്പസിന് വേണ്ടി മാത്രമാണെന്ന് കോടതി വ്യക്തമായി പറയും. ഇനി 22-ാം പാരഗ്രാഫ് 23, 24, 25-ാമത്തെ പാരഗ്രാഫിന്റെ ഫസ്റ്റ് വരിയാണ് ഞാൻ വായിച്ചത്. എന്ന് പറഞ്ഞാൽ coupled with the materials placed on the record, coupled with the materials placed on record, that prima facie shows the petitioner's involvement in the crime. കോടതി പറയുന്നതാണ്.
ഇനി മറുപടി പറഞ്ഞോട്ടെ. താങ്കൾ 25-ാം പാരഗ്രാഫിന്റെ ആദ്യ വരിയല്ലേ വായിച്ചത്? ഞാൻ 26-ാം പാരഗ്രാഫിന്റെ അവസാന വരിയാണ് വായിച്ചത്. അതായത് 25-ന് ശേഷം വരുന്ന 26-ാം പാരഗ്രാഫിന്റെ അവസാന വരി. 25-ന്റെ പാരഗ്രാഫ് 26 പാരഗ്രാഫ് എന്തും ആയിക്കോട്ടെ. രാഹുൽ ഈശ്വർ കോടതി ഉത്തരവിൽ പറയുന്നു. കോടതി അല്ല രാഹുൽ ഈശ്വർ ഒന്ന് കേൾക്കൂ. ഈ മുൻകൂർ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് ആരെയും കുറ്റക്കാരാക്കാനുള്ളതല്ല, ആരെയും നിരപരാധിയാക്കാനുള്ളതുമല്ല. അത് കോടതി തീരുമാനിക്കേണ്ടതാണ്. എന്റെ ചോദ്യം എന്താണ്? രാഹുൽ ഈശ്വർ കോടതി ഉത്തരവിൽ പറയുന്നു, ഇവിടെ മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് പ്രിമാ ഫേസിയെ ഷോസ് ദ പെറ്റീഷണേഴ്സ് ഇൻവോൾവ്മെന്റ് ഇൻ ദ ക്രൈം. അതിന്റെ മലയാളം എന്താണ് രാഹുൽ? അതിൽ ഈ അവസാനം ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് എന്താണ് അല്ലെങ്കിൽ മലയാളം എന്താണ് സർ? കേസിന്റെ മെറിറ്റിലേക്കല്ല ഞങ്ങൾ പോകുന്നത്, പകരം ഇതെല്ലാം ഈ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഒബ്സർവേഷൻസ് ആണ്. ഷാൽ നോട്ട് ബി കൺസ്റ്റിറ്റ്യൂഡ് ആസ് ആൻ എക്സ്പ്രഷൻസ് ഓഫ് ദി മെറിറ്റ്സ് ഓഫ് ദി കേസ്. ഇങ്ങനെ പറഞ്ഞാണ് വിധി അവസാനിക്കുന്നത്. പോട്ടെ, ഇനി 2-3 കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. 2019 ഈ വ്യക്തി പറഞ്ഞത് എന്താണ്? 2020 മാറ്റി പറഞ്ഞു, 2021 മാറ്റി പറഞ്ഞു, പിന്നീട് മീഡിയയോട് വന്നപ്പോൾ മാറ്റി പറഞ്ഞു, കോടതിയിൽ പരാതി കൊടുത്തപ്പോൾ മാറ്റി പറഞ്ഞു. ആദ്യം വെർബൽ അബ്യൂസ് ആയിരുന്നു. നിള തിയേറ്ററിൽ വെച്ച് സിദ്ദിഖ് സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ പിന്നെ മസ്കറ്റിൽ പോകുമോ? മസ്കറ്റിൽ പോകുന്ന വഴിക്ക് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെയുള്ള സുഹൃത്തും എവിടെയായിരുന്നു? എത്രമാത്രം മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് നോക്കുക. മീഡിയ ആദ്യം ഫേസ്ബുക്കിൽ പറഞ്ഞത് വേറെ, രണ്ടാമത് യൂട്യൂബിൽ പറഞ്ഞത് വേറെ, മൂന്നാമത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് വേറെ. അവിടെയാണ് സുപ്രീം കോടതി പറയുന്നത് ഇരയുടെ പരാതിക്കാരിയുടെ മൊഴി മാത്രം മതി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ. പക്ഷേ മൊഴികൾക്ക് കൺസിസ്റ്റൻസി വേണം, മൊഴികൾക്ക് സ്ഥിരത വേണം. ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ആദ്യം വെർബൽ അബ്യൂസ് ആയിരുന്നില്ലേ? വെർബൽ അബ്യൂസ് ഫിസിക്കൽ റേപ്പായി എങ്ങനെ മാറി സർ? വെർബൽ അബ്യൂസ് ചെയ്തു സിദ്ദിഖ് എന്ന് പറയുന്നത് ഫിസിക്കൽ അബ്യൂസിലേക്ക് എങ്ങനെ മാറി? നിള തിയേറ്ററിൽ വെച്ച് വെർബൽ അബ്യൂസ് ചെയ്ത് സെക്ഷൽ ഫേവർ ചോദിച്ചു എന്ന് പറയുന്നത് മസ്കറ്റ് ഹോട്ടലിൽ ചെന്ന് റേപ്പ് നടത്തി എന്ന രീതിയിലേക്ക് എങ്ങനെയാണ് മാറാൻ കഴിയുക? സ്വാഭാവിക രാഹുൽ ഈശ്വർ ഈ വാദിക്കുന്നത് ഈ പറയുന്ന കോടതി ഉത്തരവിലെ രാഹുൽ ഈശ്വർ ഈ വായിക്കുന്നത് കോടതി നിൽക്കട്ടെ. രാഹുൽ ഈശ്വർ ഈ പറയുന്നത് കോടതി ഉത്തരവിലെ ബി രാമൻപിള്ള വക്കീലും അസോസിയേറ്റും വാദിച്ച അതേ കാര്യങ്ങൾ വായിച്ച് അങ്ങനെ വാദിക്കുകയാണ് രാഹുൽ ഈശ്വർ. ഇത് കോടതി കണ്ടു. കേട്ടു നോക്കൂ രാഹുൽ. എക്സാക്ട്ലി രാഹുൽ ഈശ്വർ ഈ പറയുന്ന പ്രേക്ഷകർ വിചാരിക്കും രാഹുൽ അറിവാണ്. ഒന്നുമല്ല. കോടതി ഉത്തരവിൽ ബി രാമൻപിള്ളയും അസോസിയേറ്റ്സും വാദിക്കുന്ന വാദങ്ങൾ അങ്ങനെ രാഹുൽ വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ രാഹുൽ ഈശ്വർ വാദിക്കുകയായിരുന്നു. വാദങ്ങൾ കോടതി കേട്ടതിന് ശേഷമാണ് കോടതി പറഞ്ഞത് ഈ പറയുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും ഈ കേസിൽ നിലനിൽക്കുന്നതല്ല. ഇത് ഗ്രേവ് ആണ്, ഇത് സീരിയസ് ആണ്. അതാണ് ഞാൻ നേരത്തെ 25-ാം പാരഗ്രാഫ്. പ്രിമാ ഫേസെ ഓൺ റെക്കോർഡ് തെളിവുകൾ വെച്ച് ഇത് പ്രിമാ ഫേസെ കോടതി ഇതിൽ പങ്കുണ്ടെന്ന് കോടതി പറയുന്നതാണ് രാഹുൽ ഈശ്വർ. ഇത് അവിടെ കോടതിയിൽ വാദിച്ച് പൊളിഞ്ഞ വാദങ്ങൾ രാഹുൽ വീണ്ടും ഇവിടെ കൊണ്ട് ഇറക്കല്ലേ? കോടതിയുടെ അവഹേളനമല്ലേ അത്? 26-ാം പാരഗ്രാഫിൽ കോടതിയുടെ വാക്കുകളാണ്. ഞാൻ 26-ാം പാരഗ്രാഫ് കോടതി കൺക്ലൂഷനിൽ പറഞ്ഞ ബിൽക്കിസ് ബാനുവിനെ അടക്കം റെഫറൻസ് ചെയ്ത് പറഞ്ഞ അവസാന പാരഗ്രാഫ്. അതോടൊപ്പം ഒരു കാര്യം കൂടി കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി പല ആൾക്കാരും ഇവിടെ മാലാഖവൽക്കരിക്കുന്നല്ലോ. ഇത് ചൈന യൂണിവേഴ്സിറ്റിയുടെ രേഖകളാണ്. സഹപാഠിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിന് ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ് ഈ വ്യക്തിയെ. ആലോചിച്ച് നോക്കണം. സഹപാഠിയായ പെൺകുട്ടി, അതായത് പ്രിമാ ഫേസിയെ തെളിവ് അടിസ്ഥാനത്തിൽ അയാൾക്ക് ക്രൈമിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് രാഹുൽ ഈശ്വർ അംഗീകരിക്കാൻ വയ്യ. ചൈനയെ നിർത്തോണ്ട് വരിക രാഹുൽ ഈശ്വർ. അതായത് പ്രിമാ ഫേസിയെ തെളിവുണ്ട് എന്ന് കോടതി പറയുന്നത് രാഹുൽ ഈശ്വർ, കേരള ഹൈക്കോടതി പറഞ്ഞ രാഹുൽ ഈശ്വർ അംഗീകരിക്കാൻ വയ്യ. അവിടുന്ന് ചൈന നിർത്തോണ്ട് വരിക ഏതാണ്ടൊക്കെ. ശ്രദ്ധിക്കൂ, 20 പെൺകുട്ടികൾ പരാതി കൊടുത്തതാണ്. 20 പെൺകുട്ടികൾ ഈ വ്യക്തിക്കെതിരെ ചൈനയിൽ പരാതി കൊടുത്തതാണ്. പകർത്തി പ്രചരിപ്പിച്ചു എന്നുള്ളത്. ഇവിടെ ഈ കുറ്റം ഗ്രേവ് ആണ്, ഈ കുറ്റം സീരിയസ് ആണ്. ഈ തെളിവുകൾ വെച്ച് പ്രിമാ ഫേസിയെ പ്രഥമ ദൃഷ്ട്യാ ഇയാൾക്ക് ഈ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. ഒന്നും രാഹുൽ ഈശ്വറിന് വിശ്വാസമല്ല. ചൈനയിലെ വാങ്ഹു യൂണിവേഴ്സിറ്റി പറയുന്നതാണ് രാഹുൽ ഈശ്വറിന് വിശ്വാസം. നല്ല കാര്യമാണ്. ഒറ്റ മിനിറ്റ്, ഞാൻ രാഹുലിലേക്ക് എത്താം. ഞാൻ ഹരീഷ് ഒന്ന് നോക്കട്ടെ. ഹരീഷ് വാസ്തവൻ ഇവിടെ ഈ പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് പറയുകയാണ്. അതൊരു വാദമാണ്. ശ്രീ ഹരീഷ് വാസ്തവൻ, ഒരു റേപ്പ് വിക്ടിമിനുണ്ടാകുന്ന അതിഭീകരമായ ട്രോമ മനസ്സിലാക്കണമെങ്കിൽ ഒരു റേപ്പ് വിക്ടിമിനോടെങ്കിലും സംസാരിച്ചിരിക്കണം. ഞാൻ ഏറ്റവും ഒടുവിൽ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ഇത്തരം ഒരു ബലാത്സംഗ അനുഭവം ഉണ്ടായ ഒരു അതിജീവിതം സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നു അവർ അതിനുശേഷം മാസങ്ങളോളം കൊക്കൂണിനുള്ളിലാണ് എന്ന് പറഞ്ഞാൽ അടച്ചിട്ട വീടിനകത്താണ്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതിനുശേഷം ആരൊക്കെയോ ചേർന്ന് അവരെ വെളിച്ചം കാണിക്കുന്നു. അവർ ആശുപത്രി ട്രീറ്റ്മെൻറ്റായി പോകുന്നു. ഫിറ്റ്സ് അപസ്മാരം പോലെ വരികയാണ്. അപസ്മാരമാണെന്ന് കരുതി കൂടെയുള്ളവർ കയ്യിൽ താക്കോൽ പിടിച്ചു. ഡോക്ടർ പറയുന്നു ഇത് അപസ്മാരമല്ല,
ഇത് ട്രോമാ സെൽഫ് എന്നൊരു സെൽഫുണ്ട്. ആ ട്രോമാ സെൽഫ് മനുഷ്യന് വരുമ്പോൾ എന്താണോ ആ സമയത്ത് നമ്മൾ അനുഭവിച്ച അതിഭീകരമായ ശാരീരിക പീഡ, അതിഭീകരമായ സെക്ഷൽ അസോൾട്ട്, അത് ആ സമയത്ത് അവരുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് ട്രോമാ സെൽഫ്. ഇതൊന്നും മനസ്സിലാക്കാത്തവർ പറയും എന്തുകൊണ്ട് അപ്പം പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇപ്പം പറഞ്ഞില്ല, എന്തുകൊണ്ട് വൈരുദ്ധ്യം എന്നൊക്കെ ചോദിക്കും. ഹരീഷ് വാസൻ കോടതി അതിനടക്കമല്ലേ മറുപടി കൊടുത്തേ? തീർച്ചയായിട്ടും ഈ വിഷയങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. വ്യക്തിഹത്യ നടത്താൻ ഇതിലും വലിയ നുണകൾ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതിനെയൊക്കെ എങ്ങനെയാണ് തള്ളിക്കളഞ്ഞെന്നുള്ളത് ആ വിധിന്യായത്തിൽ തന്നെ വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അത് വായിക്കാനുള്ള ശേഷിയുള്ളവരാണ് മലയാളികൾ എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ആ കോടതി വിധിയെ വീണ്ടും നമ്മളിരുന്ന് ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ ക്ലിയറാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെ ചില മനുഷ്യരുണ്ട്. അവർ ഇംഗ്ലീഷിലാണെങ്കിൽ ദിക്കുകൊണ്ട് ചിന്തിക്കുന്നവർ എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾ ദൗർഭാഗ്യവശാൽ നമുക്കിടയിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഇത്തരം ചർച്ചകളിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്താണ് അവർ പറയുന്നത്? അവർ പറയാൻ ശ്രമിക്കുന്നത് ഈ കേസിൻ്റെ മെറിറ്റിനപ്പുറത്ത് എന്തൊക്കെ കൊണ്ടുവന്ന് ഈ കേസിൻ്റെ മെറിറ്റിനെ ഇല്ലാതാക്കാം എന്ന് പരിശോധിക്കുകയാണ്. ഇത് എല്ലാ കേസിലും സംഭവിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. ട്രയലിൽ ഒരാളെ ശിക്ഷിക്കുന്നത് ഈ പ്രോസസ്സ് എല്ലാം നടത്തിയതിന് ശേഷമാണ്. ട്രയലിൽ വെറുതെ വിടുന്നു ഒരാൾ എന്നതുകൊണ്ട് പോലും അയാൾ വാസ്തവത്തിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നതിന് ഉദാഹരണം പോലും ആവുന്നില്ല. ഇവിടെ പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഇരകളുമായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബന്ധപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പരിസരത്തോ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വലയത്തിലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുമായി ഇതിൻ്റെ ഷെയറിങ് നടന്നാൽ മാത്രമേ നമുക്ക് എത്രമാത്രം വലിയ ട്രോമയിലൂടെയാണ് ഈ ഇരകൾ കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഒരു പക്ഷേ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ വളരെ വിശദമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അതിന് ഒരു സൂചകം, ആദ്യമായി അത്തരം പൊതുരംഗത്ത് വരുന്നൊരു ഡോക്യുമെൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുമ്പിൽ എവിഡൻസാണ്. ഇവർ കടന്നുപോയ ട്രോമയുടെ ഓരോ മെമ്മറിയും ഇവരെ പേടിപ്പെടുത്തും, ഭയപ്പെടുത്തും, ഇവരുടെ ഉറക്കം കളയും. ഒരു ഹോട്ടൽ മുറിയിൽ ഇവർക്ക് പോകാൻ കഴിയില്ല. ഞാൻ ഈ ഒരു കേസ് മാത്രമല്ല പറയുന്നത്. ഞാൻ ഈ ഇത്തരം വിഷയം നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? കേസിൽ വിധി വന്ന ശേഷം നമ്മൾ എന്തിനായിരിക്കും ചർച്ച ചെയ്യുന്നത്? നാളെ ഇത് സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹോട്ടൽ മുറികളിൽ ഇവർക്ക് ഭയം, അടഞ്ഞിട്ട മുറികളെ ഇവർക്ക് ഭയം, ആ സമയത്ത് ഈ പ്രതി കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ജീവിതത്തിൽ എല്ലാ കാലത്തേക്കുമായി ഇവർ വെറുക്കുന്നു. ഇവർ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാൻ തൃപ്തിപ്പെടുന്നില്ല. ഇവരേതൊക്കെ തൊഴിൽ മേഖലയിലാണോ തൊഴിലെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നത് അവിടെയെല്ലാം ഇവരെ ഉപദ്രവിച്ച ആളുകളുടെ മുഖം കാണുന്നു. അവരവിടെ വന്ന് ചാരിത്ര പ്രസംഗം നടത്തുന്നു. അവർ ഇൻഫ്ലുവൻഷ്യലായി പ്രവർത്തിക്കുന്നതായി കാണുന്നു. എന്ന് മാത്രമല്ല, ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും അവർ പറയുന്നത് അവരുടെ ഈ നിരന്തരമായി ഈ ട്രോമ നിലനിൽക്കെ തന്നെ ശബ്ദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെപ്പറ്റിയാണ്. ഇത് ഒരാളുടെ മാത്രം കേസല്ല. നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 40-ലധികം ഇരകൾ നമുക്കിടയിൽ ഈ ചർച്ച കണ്ടുകൊണ്ടും കാണാതെയും നമുക്കിടയിൽ അവർ നേരിട്ട എല്ലാ അനീതിയും, ഒരു ജുഡീഷ്യൽ ഒരു കമ്മിറ്റിക്ക് ബോധ്യമുള്ള തരത്തിലുള്ള എല്ലാ അനീതിയും നേരിട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ആ മിണ്ടാതിരിക്കുന്നത് ഈ രാഹുൽ ഈശ്വർമാരെ പേടിച്ചിട്ടാണ്. അവരുടെ വായിൽ നിന്ന് വരുന്ന ഈ മാലിന്യം പേടിച്ചിട്ടാണ്. അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവരോട് അല്പം ദയ, അല്പം കാരുണ്യം ഈ സിസ്റ്റം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ബോധ്യപ്പെടുന്ന ഒരു നിയമവ്യവസ്ഥ ആയതുകൊണ്ടാണ് സുപ്രീം കോടതി പല കേസുകളിലും, എസ്പെഷ്യലി ഈ കേസിൽ ഉദ്ധരിച്ചിരിക്കുന്ന വിധിന്യായത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന കേസുകളിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഇരകളുടെ സ്വഭാവ വിശേഷം എടുക്കാനല്ല കോടതിയിൽ ഇത്തരം വാദഗതിയിൽ നടത്തുന്നത്. ഇര ആരുമായിക്കോട്ടെ ഈ ഒഫൻസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് പ്രധാനം. സെൻസിറ്റീവായി അവരെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് ഇല്ലെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോഴും ഇന്ത്യയിലൊരു വിക്ടിം പ്രൊട്ടക്ഷൻ സംവിധാനമില്ല. നിങ്ങളൊരു കേസിൽ സാക്ഷി പറയാൻ തയ്യാറാവുകയാണെങ്കിൽ ആ സാക്ഷിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടോ? വളരെ റീസെൻ്റ് ആയിട്ടല്ലേ അത് കൊണ്ടുവന്നത്? പാർലമെൻറ്റ് കൊണ്ടുവന്നതാണോ? അല്ല, സുപ്രീം കോടതി കൊണ്ടുവന്നതാണ്. നമ്മുടെ നിയമവ്യവസ്ഥ ആ മേഖലയിലേക്ക് വെച്ച് നടക്കുന്നതേ ഉള്ളൂ. നമുക്ക് അവരോട് അല്പം കൂടി കരുണ കാണിക്കാം, നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം. അവർ പറയുന്നത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അത് കേസിൻ്റെ അന്വേഷണത്തിൽ തെളിയും. അത് ആ ഘട്ടം വരെ ഈ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കേണ്ടത്. അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ പ്രൈമ ഫേസിയ എവിഡൻസ് ഉള്ള കേസിൽ എവിഡൻസ് ടാമ്പർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവത്തിന്റെ തുടർച്ച ട്രൂ സെൽഫ്, ട്രോമാ സെൽഫ് എന്ന 2 സെൽഫുകൾ ഉണ്ടെന്നുള്ളതാണ്. ട്രോമാ സെൽഫ് എന്ന് പറയുന്നത് ഈ സമയത്ത് അനുഭവിക്കുന്ന അതിക്രൂരമായ ഈ റേപ്പിന്റെ,
ഈ ബലാത്സംഗ അനുഭവങ്ങൾ അതിനുശേഷം വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ആ ഓർമ്മകൾ വരികയും അതിൽ ഈ പറഞ്ഞ അനുഭവങ്ങൾ ഈ ഇരയുടെ ശരീരത്തിൽ തോന്നുകയും കുഴഞ്ഞു വീഴുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ട്രോമാ സെൽഫ് വരുമ്പോൾ ഉണ്ടാകുന്നത്. അത് പല രീതിയിൽ പലരിൽ എന്നോട് സംസാരിച്ച ആൾ പറയുന്നുണ്ട്. ട്രോമാ സെൽഫ് വന്ന് കുഴഞ്ഞു വീഴുമ്പോൾ എപ്പിലെപ്സി പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. കയ്യിൽ വലിയ ഐസ് കട്ടകൾ പിടിപ്പിച്ചിരുത്തും. എന്താണ് ഈ ട്രോമാ സെൽഫിൽ നിന്ന് മുക്തമാകാൻ? അത്രത്തോളം വലിയ ട്രോമകൾ കടന്നു വരുമ്പോഴാണ് എന്തുകൊണ്ട് നിങ്ങൾ പരാതി പറയാൻ വൈകിയെന്ന് ചോദിക്കുന്നത്. അവിടെയാണ് കോടതി പറയുന്നത് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ സെക്ഷൽ അസോൾട്ട് നേരിട്ടവർ അവരുടെ സ്വഭാവത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അവരുടെ വസ്ത്രത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്നതല്ല, അവർ നേരിട്ട ദുരിതത്തിന്റെ ഇൻഡിക്കേഷനാണ്. അത് പറഞ്ഞ കേരള ഹൈക്കോടതിക്കും ജസ്റ്റിസ് CS ഡയസിനും അഭിവാദ്യങ്ങൾ. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇതിൽ ഈ കോടതി ഉത്തരവിൽ തന്നെ ഒരുപക്ഷെ ഇത് എന്താണ് കോടതിയുടെ പരിഗണനാ വിഷയമായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ വളരെ ഒരുപക്ഷെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി ഉത്തരവിൽ ഇത്രത്തോളം വിശദമായിരുന്നു എൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ല. എൻ്റെ നിയമപരമായ പരിജ്ഞാനക്കുറവായിരിക്കാം. ഇത് വളരെ വിശദമായി തന്നെ പറയുകയാണ്. ഈ മേഖലയിൽ ഉണ്ടാവാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, ഈ മേഖലയിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇരകൾക്കെതിരെ ഉണ്ടാകുന്ന ഈ സ്ലട്ട് ഷെയ്മിംഗ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അത്തരത്തിൽ മഹാവൃത്തികേടുകൾ പറയുന്നതിനെക്കുറിച്ച്, അവർ നേരിടുന്ന മാനസിക പീഡകളെക്കുറിച്ച്, അവർ നേരിടുന്ന ട്രോമകളെക്കുറിച്ച് വളരെ വിശദമായി ഒരു കോടതി ഉത്തരവിലൂടെ പറഞ്ഞു വെക്കുന്നെങ്കിൽ, ഈ പറയുന്ന വിമർശനങ്ങൾക്ക് അത് മറുപടിയാകുന്നെങ്കിൽ ജസ്റ്റിസ് CS ഡയസ് കെട്ടിപ്പിടിച്ച് ഉമ്മകൾ അർഹിക്കുന്നു. ശ്രീ ഹരീഷ് വാസുദേവൻ. വൈകാരികമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യൻ ജുഡീഷ്യറി ഇത്തരത്തിൽ എപ്പോഴും നമുക്ക് അഭിമാനം ഉയർത്തുന്ന തരത്തിലുള്ള വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റ് ഈ പരിഗണിക്കാത്ത പല കാര്യങ്ങളും ഇരകൾക്ക് വേണ്ടി ഇന്ത്യൻ ജുഡീഷ്യറി പലപ്പോഴും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളാണ് നേരത്തെ പറഞ്ഞത്. തൊഴിലിടത്തിലുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം ഉണ്ടാക്കിയത് പോലും സുപ്രീം കോടതിയാണ്. അതിനുശേഷമാണ് അത് പാർലമെന്റ് പോലും ചെയ്തത്. ഇന്നിപ്പോൾ ഈ വിധിന്യായത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് CS ഡയസ് ഇത് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും ഒരു ജഡ്ജി ഇത്തരം കേസ് പരിഗണിക്കുമ്പോൾ ഇത് പറയുന്നത്? കാരണം ഒരു പ്രബലമായ വാദം വരികയാണ്. ആ വാദം ഇങ്ങനെയാണ്: ഇത്തരം സ്ത്രീകൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള കഴിവുണ്ടല്ലോ. 2019 ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാമെങ്കിൽ അന്ന് സെക്ഷൽ അബ്യൂസ് നേരിട്ടു എന്ന് പറയാമെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ കൂടെ റേപ്പ് എന്ന വാക്ക് കൂടി പറഞ്ഞുകൂടാ? അങ്ങനെ ഫേസ്ബുക്കിനോട് ആക്സസ് ഉള്ള ആളാണല്ലോ, എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന വാദം വരികയാണ്. ആ വാദത്തിനുള്ള മറുപടിയാണ് അന്ന് അത് പറഞ്ഞതിന് തന്നെ നേരിട്ട അട്രോസിറ്റി എന്തുമാത്രമാണ്. ഇങ്ങനെ പറയുന്ന ആളുകളെ നേരിടാൻ വെട്ടുകിളി കൂട്ടമായിട്ടാണ് സൈബർ ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്, സൈബർ അണികൾ ഇറങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ സൈബർ ഫാൻസ് അസോസിയേഷനുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ വീട്ടിൽ എങ്ങനെയാണ് നേരിടുന്നത്? നമ്മൾ എന്തിനാ ചരിത്രം മറന്നുകൊണ്ട് സംസാരിക്കുന്നത്? നമ്മുടെ വീടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ ഇങ്ങനെ പ്രതികരിക്കുന്ന സ്ത്രീകളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? മാറി നിന്ന് അവരുടെ വീഡിയോ ഇറങ്ങിയോ എന്ന് ഗൂഗിളിൽ തപ്പി നോക്കുന്ന ഞരമ്പ് രോഗിയായ മലയാളി നമുക്കിടയിലില്ലേ? എനിക്കും നിങ്ങൾക്കും ഇടയിലില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഞരമ്പ് രോഗത്തോടാണ്, ആ സമൂഹം പോട്ടെ, രോഗത്തോടാണ് ഹരീഷ്, സമൂഹം പോട്ടെ, സമൂഹത്തിന് രോഗം പോട്ടെ, ആ വീട്ടിൽ എത്ര പിന്തുണ കിട്ടും? ഹരീഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിൽ കൊടിയ സെക്ഷൽ അസോൾട്ട് നേരിട്ടു എന്നൊരു പെൺകുട്ടി അവരുടെ വീട്ടിൽ അച്ഛനോട് അമ്മയോട് പറഞ്ഞാൽ എത്ര പേർക്ക് പിന്തുണ കിട്ടും ഹരീഷ്? തീർച്ചയായിട്ടും കേരളത്തിൽ ദിലീപിന്റെ കേസ് വരുന്നതിന് മുമ്പ് എത്ര സ്ത്രീകൾ ഇത് പുറത്തിറങ്ങിവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ സ്വന്തം ആങ്ങളമാരിൽ നിന്ന്, സ്വന്തം അച്ഛനമ്മമാരിൽ നിന്ന് പിന്തുണ കിട്ടും എന്ന ചോദ്യം സപ്രസ് ചെയ്യാനാണ് ഇപ്പോഴും പാട്രിയാർക്കൽ സമൂഹം അവരോട് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബം അവരോട് പറയുന്നത്. മോളെ, ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് പറയരുത്, മിണ്ടരുത്, നീ അത് അനുഭവിച്ച് ജീവിക്കണം എന്ന് പറയുന്ന വീട്ടകങ്ങളാണ് നമുക്കുള്ളത്. ആ വീട്ടകങ്ങളുടെ എക്സ്റ്റൻഷനാണ് ഇപ്പോൾ സമൂഹത്തിൽ വരുന്ന ഇത്തരം മാലിന്യങ്ങൾ. ഈ മാലിന്യങ്ങളോടാണ് വാസ്തവത്തിൽ ജുഡീഷ്യറി തങ്ങൾക്ക് ലഭ്യമായ പരിമിതമായ സ്പേസിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഇത് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണെന്നും എന്തുകൊണ്ടാണ് ഇരകൾ സംസാരിക്കാത്തത് എന്നത് സാമൂഹികമായി അന്വേഷിക്കേണ്ട, രാഷ്ട്രീയമായി അന്വേഷിക്കേണ്ട ഒരു ചോദ്യമാണെന്നും ഈ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന, അതിൻ്റെ നിർമ്മാണത്തെ സംബന്ധിക്കുന്ന നമ്മുടെ നിയമപരമായിട്ടുള്ള കഴിവില്ലായ്മയാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നൽകാനുള്ള കഴിവില്ലായ്മയാണ് ഇത്തരം ഇരകൾക്ക് സമൂഹത്തെ പേടിച്ച് പുറത്തിറങ്ങി സംസാരിക്കാൻ കഴിയാത്തതെന്നും അതുകൊണ്ട് ഈ വെട്ടുകിളി കൂട്ടങ്ങളോട്, ഈ സൈബർ അറ്റാക്കുകളോട്, ഈ സാമൂഹികമായ അറ്റാക്കുകളോട് പ്രതികരിച്ച് വേണം സമൂഹത്തിൽ ഈ ഇരകൾക്ക് സംസാരിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം നിശബ്ദമാക്കപ്പെടുന്ന സംഗതികൾ നടക്കുന്നത് എന്നും ഒരു ജുഡീഷ്യറി തങ്ങൾക്ക് ഏറ്റവും പരിമിതമായി കിട്ടുന്ന ഒരു അവസ്ഥയിൽ, നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ബെയിൽ ആപ്ലിക്കേഷനുകൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണ്ട എന്ന് പറയുമ്പോഴും ഇത് വളരെ നിർണായകമായിരിക്കുന്നത് ഹാഷ്മി, ഞാൻ കരുതുന്നത് ഇനി വരാനിരിക്കുന്ന 40-ലധികം വരുന്ന പരാതിക്കാരികൾക്ക് ഒരു ശുഭപ്രതീക്ഷ, ഒരല്പം
ദയവും കാരുണ്യവും ഈ സിസ്റ്റത്തിൽ ബാക്കിയുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ സിസ്റ്റം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അവരോട് എങ്ങനെ പെരുമാറണം ഈ സിസ്റ്റം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ വിധിന്യായത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധിന്യായം ഈ കേസ് നടത്തിയ ആളുകൾ തമ്മിലുള്ളൊരു കേസിന്റെ വിധിന്യായമായിട്ടല്ല, ഈ മേഖലയുടെ ഈ വിഷയത്തോടെ എങ്ങനെ സമൂഹം പെരുമാറണം എന്നതിന്റെ ദിശാസൂചികയായിട്ടാണ് ഞാൻ കാണുന്നത്. ഉറപ്പായും അതൊരു ബെഞ്ച് മാർക്കാണ്. ശ്രീജി ലൂക്കോസ്, ആ ബെഞ്ച് മാർക്ക് വിധിന്യായത്തിൽ കോടതി പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ സർക്കാർ സ്ഫിങ്സ് ലൈക്ക് സൈലൻസ് എന്ന് പറഞ്ഞാൽ അതിനിഗൂഢമായ ഒരു നിശബ്ദത വെച്ച് പുലർത്തിയില്ലേ, ഈ കോടതി പറഞ്ഞപ്പോഴത്തേക്കല്ലേ അത് വെളിച്ചം കണ്ടത് എന്നൊക്കെ സർക്കാരിനും നിശിതമായ വിമർശനമുണ്ട്. റജി ലൂക്കോസ്. തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഹരീഷ് വാസുവും വക്കീൽ പറഞ്ഞതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു മറുപടി പറയാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനോട് സമയം അല്പം അനുവദിക്കണം. ഒന്ന്, ഈ സിദ്ദിഖ് എന്ന് പറയുന്ന നടനെതിരെ ആരോപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കോടതിന് മുമ്പിൽ വന്നിരിക്കുന്ന രീതിയിലുള്ള ക്രൂരമായ വേട്ടയാടൽ മറ്റുള്ളവരുടെ പേരിൽ വന്നിട്ടില്ല. ഈ മുകേഷിന്റെ പേരിലാണെങ്കിലും ഇടവേള ഭവന്റെ പേരിലാണെങ്കിലും സംവിധായകൻ രഞ്ജിത്തിന്റെ പേരിലാണെങ്കിലും അവർ ചെയ്ത പീഡനങ്ങളൊന്നും ചെറുതായിട്ട് ഞാൻ പറഞ്ഞാൽ, പക്ഷേ ഈ പെൺകുട്ടി ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഇപ്പൊ കേരളീയ പൊതുസമൂഹം വിശ്വസിക്കുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഈ പെൺകുട്ടി ഇങ്ങനെ തനിക്ക് ഇങ്ങനെ ഈ സിദ്ദിഖിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് ഇപ്പൊ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാം. പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പിന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു നിങ്ങൾക്ക് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു എന്നോട് സാമ്പത്തികമല്ല, ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ സിദ്ദിഖ് കാണിച്ചെന്താ? അതാണ് പറഞ്ഞ വിധി എന്ന് പറയുന്നതാ. സിദ്ദിഖ് പക്ഷേ അവർക്കെതിരെ പ്രതിയെ വാദിയെ കുറ്റവാളിയാക്കിക്കൊണ്ട് DGP കൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ അവർ പിന്നെയും പ്രത്യക്ഷപ്പെട്ട് പറയേണ്ട സാഹചര്യമുണ്ട്. അതിലുപരിയായിട്ട് SIT ഉദ്യോഗസ്ഥർ അവരെ നേരിട്ട് കണ്ട് അവർക്ക് ധൈര്യം കൊടുത്തു, നിങ്ങൾ വരൂ, ഞങ്ങൾ ഒപ്പം ഉണ്ട്, ഗവൺമെന്റ് ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ സധൈര്യം വന്നവരെ കീഴ്പ്പെടുത്താൻ അവരെ പിന്നെ എന്താ പറയുക കൈമുടക്ക് കൊടുത്തോ അല്ലയോ സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചവരൊക്കെ അവർ പറഞ്ഞു. അവർ വീണ്ടും ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു. ഇന്ന് കോടതി വിധിയിലൂടെ അതെല്ലാം വളരെ വസ്തുതാപരമാണെന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിലൂടെ വസ്തുതയായിരിച്ചു. തന്നെയുമല്ല, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്ന കോടതി അപ്രീഷിയേറ്റ് ചെയ്യില്ല, സല്യൂട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ എന്തായാലും കാരണം എന്തുകൊണ്ടാണ് അവരുടെ നിശബ്ദമായിട്ടുള്ള ഈ നടികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ഇരകൾക്ക് അനുകൂലമായിട്ട് എടുത്ത അവരുടെ നീക്കങ്ങൾ അവരെ രഹസ്യമായി കൊണ്ട് കൊടുത്ത പിന്തുണയുമാണ് ഇവർക്ക് കറേജസ് ആയിട്ടുള്ള നിലപാടിലേക്ക് അവരെ കൊണ്ട് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് തന്നെയല്ല, ഈ പറയുന്ന മാസ്കറ്റ് ഹോട്ടലിലാണെങ്കിൽ ആ റൂമിലാണെങ്കിലും അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അതെല്ലാം വസ്തുതാപരമായിട്ട് പിന്നെ ഇയാൾക്കെതിരെയുള്ള തെളിവാണെന്നുള്ളൊരു കോടതി പരാമർശിച്ചപ്പോൾ അത് വാസ്തവത്തിൽ അതിനോടൊപ്പം ചേരാനാണ് കേരളീയ പൊതുസമൂഹം അംഗീകരിക്കണം എന്നുള്ളവരും അടിവരായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാളെ ഇത് കേരളത്തിൽ ഇനി ആരും ആഗ്രഹിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഇപ്പം ബൈജു കട്ടാരക്കാരൻ എൻ്റെ സുഹൃത്ത് ഈ ഫീൽഡിലുള്ള ആളാണ്. എനിക്ക് മുൻകാല സിനിമാ ചരിത്രമുള്ള ഒരാളാണ്. പക്ഷേ ഈ ഫീൽഡിലുള്ളവരിൽ വലിയ നേരിയ ഒരു ശതമാനം മാത്രമേ ഈ വഴിവിട്ട് പോകുന്നവരുള്ളൂ. അല്ലാത്തവരൊന്നും ഇങ്ങനെയുള്ളവരല്ല എന്ന് പറയാനായിട്ട് ഞാൻ അടിവരയിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുക. ശരി, അത് നമ്മളെപ്പോഴും അടിവരോട് പറയുന്നത് ഹേമ കമ്മിറ്റി അടിവരോട് പറയുന്നുണ്ട് എല്ലാവരും ഇത്തരക്കാരല്ല, ചെറിയ ന്യൂനപക്ഷേ ഉള്ളൂ, അവരെ പുറത്താക്കണമെന്നേ പറയുന്നുള്ളൂ. ഞാൻ എത്താറില്ല. ശ്രീ ശ്രീത് പരിമന, ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറയും പോലെ ബലാത്സംഗ പരാതികളിൽ മൊഴിയുടെ ഇര പറഞ്ഞോളൂ. ഒറ്റ കാര്യമുള്ളൂ, മറുവശമുണ്ട്. ഇപ്പം നവീൻ പോളിക്കെതിരെ ഒരു സ്ത്രീ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാർത്താ പ്രാധാന്യം നേടി വലിയ രീതിയിൽ ബ്രേക്ക് ചെയ്തു. താൽക്കാലികമായിട്ടുള്ള അയാളുടെ ഇമേജ് ഡാമേജ് ആയിപ്പോയി. അയാൾ പത്രസമ്മേളനത്തിലൂടെ സത്യാവസ്ഥ പറഞ്ഞു. അയാൾ പിന്നെ DGPക്ക് പരാതി കൊടുത്തു. അയാൾ ആരോപിക്കപ്പെട്ട ദിവസം കേരളത്തിലാണെന്നുള്ളൊരു തെളിവ് പുറത്തു വന്നപ്പോൾ ആ ആരോപിത് പറഞ്ഞത് എന്താ? എന്റെ ഓർക്കസ്ട്രേഷൻ കൊണ്ട് ഞാൻ ഡേറ്റ് മാറിപ്പോയെന്ന്. കള്ളനാണയങ്ങൾ പുറത്തു വരട്ടെ, കള്ളനാണയങ്ങൾ പുറത്തു വരട്ടെ. ആ കള്ളനാണയങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ഉറപ്പായും അത് തന്നെ അത് കറക്റ്റ് നിലപാടാണ്. ശ്രീത് പരിമന ഇവിടെ ഞാൻ റജി ലൂക്കോസ് പറയുന്നതോട് ചേർന്ന് പറയുകയാണ്. ഇപ്പൊ ബലാത്സംഗ കേസുകളിൽ മൊഴിയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോൾ പോലും, അതാണ് ആധികാരികം ആത്യന്തികം എന്ന് പറയുമ്പോൾ പോലും, ഇപ്പോൾ വിജയബാബുവിന്റെ കേസിലാവട്ടെ പെരുമ്പാവൂർ MLA കേസിലാവട്ടെ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ അങ്ങനെ മാത്രമല്ല നമ്മൾ കണ്ടത്. അപ്പോൾ കോടതിയുടെ ഭാവുകത്വങ്ങൾ ഇക്കാര്യത്തിൽ ഏത് രീതിയിലാണ് നമ്മൾ ഈ കേസുകൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇതിനു മുമ്പ് ഇപ്പം മുകേഷിനെതിരായ പരാതിയിൽ ബലാത്സംഗ കുറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കേസിൽ കോടതി വളരെ വിശദമായി കോടതിക്ക് മുന്നിലെത്തിയ തെളിവുകൾ നോക്കി അതിൻ്റെ പൂർണ്ണമായ മെറിറ്റിലേക്ക് പോകുന്നില്ലെങ്കിൽ കൂടിയും കോടതി കൺവിൻസ്ഡ് ആകുന്നു എങ്ങനെയാണ് മുൻകൂർ ജാമ്യം കൊടുക്കാനുള്ള കോടതിയുടെ വിവേചനാധികാരം ഇതിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി കോടതി വിധി എഴുതി വെക്കുകയല്ലേ ശ്രീത് പെരുമന? അതിനു മുമ്പ് ഹാഷ്മിയെ പോലുള്ള ആളുകൾ ഇത്തരം ചർച്ചകളിലൂടെ കൊണ്ടുവരുന്ന ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ ഒരു അജണ്ട, അതെനിക്ക് തോന്നുന്നു ഈ ജുഡീഷ്യറിക്കോ പൊതുസമൂഹത്തിനോ അത്ര നല്ലതായിട്ടുള്ള ഒന്നല്ല. കാരണം നമ്മളാരെങ്കിലും റേപ്പിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോ സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ആളുകളോ ഒന്നും ഈ പാനലിസ്റ്റിലോ അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തോ ബഹുഭൂരിപക്ഷമായിട്ടുണ്ട് എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇവിടെ കേവലം ഒരു 438 പ്രകാരം എക്സ്ട്രാ ജുഡീഷ്യൽ അതോറിറ്റി വെച്ചിട്ട് ഒരു ഡിസ്ക്രിഷൻ പ്രകാരം ഒരു പ്രതിക്ക്, അത് പ്രതി എന്ന് പോലും പറയേണ്ട ഹാഷ്മി, 438 പ്രകാരം സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് പ്രകാരം ഒരു മിയർ അപ്രിഹെൻഷൻ ഓഫ് അറസ്റ്റ്
അല്ലെങ്കിൽ എ മിയർ അപ്രിഹെൻഷൻ ഓഫ് ഫോൾസ് ഇംപ്ലിക്കേഷൻ ഓഫ് ഫോൾസ് കേസ് എന്നുള്ള ഒരു അപ്രിഹെൻഷൻ, ഒരു തോന്നൽ ഉണ്ടായാൽ പോലും ഇവൻ വിത്തൗട്ട് ആൻ FIR ഒരാൾക്ക് 438 പ്രകാരം സെഷൻസ് കോടതിയോ ഹൈക്കോടതിയോ പോയിട്ട് അവിടെ നിന്ന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം. അങ്ങനെ പോകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ഫിറ്റ് കേസ് ടു ഗ്രാൻഡ് ബെയിൽ എന്ന ഒരൊറ്റ വാചകം പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയും സെഷൻസ് കോടതികളൊക്കെ ഈ മുൻകൂർ ജാമ്യം തീർപ്പാക്കലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാണ് അത് എന്തൊക്കെ റീസൺസ് ആണ് നിങ്ങൾ കരുതുന്നത് ഇതിൽ ഈ ഒരു തരത്തിൽ നിങ്ങളുടെ ആ ഒരു വിവേചനാധികാരം ഉപയോഗിക്കാൻ വേണ്ടി എന്നുള്ള ഒരു കാരണം അതിൽ കാണിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞെടുത്ത് തുടങ്ങിയതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇത്രയും 10, 20, 25 ഒക്കെ പേജുള്ള വിധി വരാൻ തുടങ്ങിയത്. ഈ വിധിയെ ഹാഷ്മി ഉൾപ്പെടെ ഇരുന്ന് ജഡ്ജിന് ഉമ്മ കൊടുക്കണം, അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം, കൈയടിക്കണം, സിന്ദാബാദ് വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ മറ്റൊരു വക്കീലിരുന്ന് പറയുന്നത് കേട്ടു, ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ്. എന്താണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ സമൂഹത്തിൽ? ഇത് കേവലം ഒരു പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് അവൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലീഗൽ റെമഡി. ഈ രാജ്യത്തുള്ള നിയമപ്രകാരം അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോയി. എന്നിട്ടും വളരെ കൃത്യമായിട്ട് ആ ജഡ്ജ്മെൻറ്റിൽ ജസ്റ്റിസ് ഡയസ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മെറിറ്റിലേക്ക് ഞാൻ കടന്നിട്ടില്ല. അത്തരത്തിൽ എൻ്റെ ഒബ്സർവേഷൻസ് ഈ ജഡ്ജ്മെൻറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കും ഈ ആപ്ലിക്കേഷൻ, ഈ മുൻകൂർ അപേക്ഷ തീരുമാനമാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇതെവിടെയും ഈ ട്രയലിൻ്റെ ഭാഗമായിട്ടോ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടോ ഒന്നും പോകുന്നതല്ല എന്ന് വളരെ കൃത്യമായിട്ട് ആ ജഡ്ജ് പറയുന്നുണ്ട്. ആ ഒരു വിധി ഓർഡറിനെയാണ് നിങ്ങൾ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്, ഇനി വരുന്ന ആളുകൾക്കൊക്കെ പിന്നെ ഇതിന് പിന്തുടർന്ന് പോകാമെന്നൊക്കെ പറയുന്നത്. ഇനി ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് തന്നെയാണ്, അത് ചർച്ച ചെയ്യണം. കാശ്മീരൊക്കെ ചർച്ച ചെയ്യുന്നു തന്നെ വെക്കാം. ഒരൊറ്റ സെന്റൻസ് മതി, ഒരേ ഒരു സെന്റൻസ്. A women's experience of sexual assault are not a reflection of her character but rather an indication of her suffering. ഏതെങ്കിലും തരത്തിൽ ഒരു യുവതിയുടെ സ്വഭാവ വൈകല്യം കൊണ്ടല്ല അവർ ലൈംഗികാതിക്രമത്തിന് ഇരയാവുന്നത്. അവർ പറയുന്നത് അവർ നേരിട്ട ദുരിതത്തിന്റെ ഇൻഡിക്കേഷനാണ് എന്ന് പറയുന്ന ഒരൊറ്റ പ്രസ്താവന പോരെ സാർ? ജസ്റ്റിസ് CS ഡയസിനും ഹൈക്കോടതിക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമെന്നേ വളരെ അല്ല പറയട്ടെ ഹാഷ്മി, പറയട്ടെ. വളരെ റിലവൻ്റ് ആയിട്ടുള്ള സാധാരണക്കാരനായിട്ട് നിയമപരമായി നിയമം പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക്, കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്ക് സ്വാഭാവികമായിട്ട് വൈകാരികതയിൽ നിന്ന് വരുന്ന ആ ഒരു വികാരത്തെ ഞാൻ മാനിക്കുന്നു. ഒരു താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശത്തെ മാനിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടർച്ചയിൽ ഈ ചർച്ചകൾ ചെയ്യുന്നതിന്റെ ഭാഗമായി പല ഇരകളെയും വിളിച്ച് സംസാരിച്ചതിന്റെ ഭാഗമായി അവർ നേരിട്ട പല ട്രോമകൾ, കണ്ണീരുകൾ കണ്ട ആളുടെ ഭാഗം എന്ന് കേട്ടെന്നുള്ള ഭാഗമായി വൈകാരികമായി കോടതിക്ക് ഉമ്മയും കൊടുക്കും. ശ്രീ പെരുമന, താങ്കൾ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും താങ്കൾ അതിന്റെ ഏത് സാങ്കേതിക സംഖ്യകൾ പറഞ്ഞാലും ശ്രീ പെരുമന, താങ്കൾ ഡൈവേർട്ട് ചെയ്യല്ലേ, താങ്കൾ ചർച്ച ചെയ്യ ഡിബേറ്റിനെ ഡൈവേർട്ട് ചെയ്യല്ലേ? ഞാൻ പറയട്ടെ, താങ്കൾ ആ വരിയല്ലേ പറഞ്ഞത്? അങ്ങനെ അതിവൈകാരികമായിട്ട് ജഡ്ജി പറഞ്ഞു. മറ്റ് ഈ പറയുന്ന ഇതേ ഹേമ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആ ജഡ്ജ്മെന്റ് എന്താ പറയുന്നറിയോ? ഇരയാക്കപ്പെട്ടിട്ടുള്ള ആ പ്രതിക്ക് 10 വർഷത്തിന് ശേഷം കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ള യുവതി. തീർന്നില്ല, 11 വർഷത്തിന് ശേഷം ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുകയാണ്. ഇത്രയും മാന്യനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. തീർന്നില്ല, 2023 ഏറ്റവും അവസാനം നവവത്സര ആശംസകൾ അറിയിക്കുകയാണ്, അതിനും ഉമ്മ കൊടുക്കുകയാണ് ആരോപിച്ച യുവതി. അവിടെയും തീർന്നില്ല, 1 ലക്ഷം രൂപ മകന്റെ പഠനത്തിനായി ഇട്ട് കൊടുക്കണമെന്ന് ചോദിക്കുകയാണ്. തീർന്നില്ല, 11 ലക്ഷം ഇന്ന അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറഞ്ഞു. ഇതെല്ലാം എന്താ ചർച്ച ചെയ്യാത്തത്? താങ്കൾ എങ്ങനെ ചൂസ് ചെയ്യാൻ പിക്കുകയാകുന്നു കാശ്മി? താങ്കൾ ഞാൻ ഈ കോടതി ഉത്തരവിൽ കോടതി പറയുന്ന ഏറ്റവും പ്രോഗ്രസീവായ ഈ വിഷയത്തിൽ എന്താണ് കാര്യങ്ങൾ പുറത്തു വന്ന് സംസാരിക്കാൻ ധൈര്യപ്പെടുന്ന, ഇരയ്ക്ക് ധൈര്യം നൽകുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ താങ്കളാണ് വഴിമാറി വേറെ ഏതോ ചൂസ് ചെയ്യാൻ പിക്കാവും. ഞാനല്ല. ഇവിടെ ഒരു ന്യായാധിപനും ഇരയ്ക്ക് ധൈര്യം നൽകാനൊന്നും അല്ല നിൽക്കുന്നത്. ഒരു പ്രിജുഡിസും ഒരു ജഡ്ജിനും ഇല്ല ഇയാൾ പ്രതിയാണെന്നുള്ളത്. അത് നിങ്ങൾക്കാണ് ആ പ്രിജുഡിസ് ഉള്ളത്. ഞാൻ സിദ്ദിഖ് പ്രതിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇല്ലെന്നേ, സിദ്ദിഖ് പ്രതിയാണെന്നോ നിരപരാധിയാണെന്നോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കോടതി ഉത്തരവിൽ ഇത്തരം അസോൾട്ടുകൾ നേരിട്ട, ട്രോമ നേരിട്ട മനുഷ്യരോട് കോടതി ചേർന്ന് നിൽക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിൽ വൈകാരിക എലമെന്റ് ഉണ്ടെങ്കിൽ വൈകാരിക എലമെന്റ് ഉണ്ട്. നമ്മൾ മനുഷ്യരല്ലേ. ആഷ്മി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും അവസാനത്തെ ഹൈക്കോടതി ജഡ്ജ്മെന്റ് പറയാണ്, ദ കോർട്ട് ബിലീവ് ദാറ്റ് the print and electronic media, social media would exercise restraint and adhere to appropriate code of conduct in the manner of publishing news governing any aspect of the justice
Hema Committee report by according due respect to the privacy rights of persons who are illegally victims of the offences committed against them, as also persons against whom accusations have been done. അതായത് വളരെ കൃത്യമാണ് ഹാഷ്മി, രണ്ടാളുകൾക്കും ഈക്വലായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 21 പ്രകാരം. ആയിക്കോട്ടെ, നമ്മൾ അതിനൊന്നും പറയുന്നില്ലോ, നമ്മൾ അതിനൊന്നും പറയുന്നില്ലോ. ആരോപണ എന്താണ് ഇപ്പൊ എന്താണ് ആരോപണ വിധേയർക്കും ഇരകൾക്കും ഒരേ അവകാശം വേണം എന്ന് കോടതി പറഞ്ഞു. ഓക്കെ, അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ പറയുന്നത്. അതല്ലോ നമ്മൾ പറയുന്നത്, കോടതിയിൽ പറയുന്നു ദ സർവൈവർ ഹാസ് താങ്കൾ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ശ്രീ പെരുമൻ പറഞ്ഞാൽ പറ്റുമോ? ഇവിടെ കോടതി പറയാണ് ദ സർവൈവർ ഹാസ് എക്സ്പ്ലിസിറ്റ്ലി described the trauma that she endured due to the incident, which was agonizing that it inhibited her from disclosing the details to anyone, including her parents. In 2019, she mustered the courage to address the harassment in a Facebook post. Following this disclosure, the survivor received threatening messages whereby she lost the courage to complain. ഇത് കോടതി പറയുന്നതാണ് കേട്ടോ. ഇത് പരാതിക്കാരുടെ അഭിഭാഷകനായ ഹരീഷ് വാസ്തവൻ കോടതിയിൽ വാദിച്ചതല്ല. കോടതി പറയുകയാണ് 2019 ഇവരനുഭവിച്ച ഈ എൻഡ്യൂറൻസ്, ഇവർ നേരിട്ട ഈ പറയുന്ന അതിഭീകരമായ ട്രോമയിൽ അവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ അറ്റാക്ക് നേരിട്ടു. ആ സമയത്ത് അവർ പിൻവാങ്ങി എന്ന് പറയുന്നത് ഈ പരാതിക്കാരുടെ അഭിഭാഷകൻ പറയുന്നതല്ല, കോടതി വിധിന്യായത്തിൽ പറയുന്നതാണ്. അതിന് വിലയുണ്ട്. വൈജുകുട്ടരക്കര ഒന്നല്ല, പല കാരണങ്ങൾ കൊണ്ട് നക്ഷത്രശോഭയിൽ തെളിഞ്ഞു നിൽക്കുന്ന പല പ്രസ്താവനകളുള്ള ഒരു വിധിന്യായമാണ് ആ വിധിന്യായം എന്ന് പറഞ്ഞാൽ ഈ ട്രോമ എന്താണെന്നും ആ ട്രോമയിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്നും എന്തുകൊണ്ടാണ് ഇത്ര വർഷങ്ങളിൽ ഈ പരാതിക്കാരി എന്ന് പറഞ്ഞാൽ ഇത് ഒരു പരാതിക്കാരിയെക്കുറിച്ച് ആണ് ഉത്തരവിൽ പറയുന്നതെങ്കിലും അതെല്ലാവർക്കും ഒരുപക്ഷെ ആപ്ലിക്കബിൾ ആവുന്ന രീതിയിലാണെന്നേ അതിൻ്റെ കൺസ്ട്രക്ഷൻ. അവർ കടന്നു വന്ന തീവഴികളെക്കുറിച്ചും അവരെ അധിക്ഷേപിക്കേണ്ട ആൾക്കാരല്ല അവരെന്നതിനെക്കുറിച്ചും അങ്ങനെ അധിക്ഷേപിക്കുന്നത്, അങ്ങനെ വേട്ടയാടുന്നത്, ആക്രമിക്കുന്നത് അവരെ എന്താണ് സൈലൻസ് ആക്കാനാണെന്നും എന്നൊക്കെ കോടതി വളരെ ഭംഗിയായി പറയുമ്പോൾ ശ്രീ രാഹുൽ ശ്രേതോ ഏതോ മാങ്ങ യൂണിവേഴ്സിറ്റി, ചൈനയിലെ മാങ്ങ യൂണിവേഴ്സിറ്റി എന്തോ പേപ്പർ എടുത്തുകൊണ്ട് വരും. ശ്രീ പെരുമന അത് അങ്ങേയറ്റം അങ്ങ് നിസ്സാരവൽക്കരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രീ ബൈജു കോട്ടരക്കര? ഹാഷ്മി, അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഇന്ന് കോടതിയുടെ കണ്ടെത്തലിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? യുവനടിയുടെ പരാതി ഗൗരവമേറിയതാണ്. നടന് പ്രഥമദൃഷ്ട്യാ കേസിൽ പങ്കുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പരാതിക്കാരിയെ സംശയിക്കാനാകില്ല. നടനെതിരെ തെളിവുകളും രേഖകളുമുണ്ട്. ഇങ്ങനെ തുടങ്ങിയാണ് ഇതിലെ കാര്യങ്ങൾ കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മുടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്, ഈ സിനിമയിലെ വലിയൊരു വിഭാഗം ആളുകൾ അവർ വളരെ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന നടന്മാരുണ്ട്, സംവിധായകരുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്, അതേപോലെ താഴെ തട്ടിലുള്ള പ്രൊഡക്ഷൻ ബോയ്സ് വരെയുള്ള ആളുകൾ വളരെ വലിയൊരു വിഭാഗമുണ്ട്. ഇവരാരും ഈ മാതിരിയുള്ള ഈ തോന്നിയവാസത്തിന് നിൽക്കില്ല. അതാണ് സത്യം. ഈ ചെറിയ ഒരു കൂട്ടം, ഈ ചെറിയ ഒരു കൂട്ടം എന്ന് പറയുന്നത് ഒരു 15 20 അല്ലെങ്കിൽ 25 30 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് തന്നെ, ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന പവർ ഗ്രൂപ്പ് തന്നെ. ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെയാണ് ഈ പറയുന്ന പോലെ സിനിമയിലുള്ള എല്ലാ വൃത്തികേടുകൾക്കും കാരണം. അത് ഈ ലൈംഗികമായ ഈ പിന്നെ എന്താ പറയുക, ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവിടെയുള്ള സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, ടാക്സ് വെട്ടിക്കുന്ന ഉൾപ്പെടെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ എഴുതിയാൽ തീരില്ല ഹാഷ്മി. അത് പിന്നെ ഈ ശ്രീജിത്ത് പെരുമന പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാരണം ശ്രീജിത്ത് പെരുമന ഒരു കാര്യം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. ശ്രീജിത്ത് പെരുമന പറഞ്ഞു, ഹേമ കമ്മിറ്റിയിൽ പേരുള്ള ഒരാൾ കുറേ ദിവസങ്ങളായിട്ട് ടി വിയിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ആരാന്ന് ശ്രീജിത്ത് പെരുമന ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കാരണം ഹേമ കമ്മിറ്റിയിൽ പേരുള്ള ആരുടെയും പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ പുറത്തു വന്നത് പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് ഒരു ഇരയുടെ പേരാണ് പറഞ്ഞത്. ഒരു ഇര ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പറയുന്നു, എന്നെ 1 ലക്ഷം ചോദിച്ചു, 25,000 ചോദിച്ചു എന്നൊക്കെ പറയുന്നത്. അവരുടെ പേര് എങ്ങനെ ഹേമ കമ്മിറ്റിയിൽ വന്നു എന്നുള്ളത് ശ്രീ പെരുമനെ ഒന്ന് വിശദീകരിക്കണം. കാരണം ഹേമ കമ്മിറ്റിയിൽ അങ്ങനെ ആരുടെയും പേരുകൾ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഹേമ കമ്മിറ്റിയിൽ പേരുണ്ട് എന്നറിയാം, പക്ഷേ അങ്ങനെ ആരുടെയും പേര് പുറത്ത് വന്നിട്ടില്ല. കോടതി പോലും പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റിയിലുള്ള ഇരകളുടെ പേര് പുറത്ത് പറയരുതെന്ന്. അപ്പോൾ ഈ ശ്രീ പെരുമയ്ക്ക് എങ്ങനെയാണ് ഈ പെൺകുട്ടി, ആ പരാതി പറഞ്ഞ പെൺകുട്ടി ഹേമ കമ്മിറ്റിയിലുള്ളതെന്നൊന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി. കാരണം ഇതിനകത്ത് ഈ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹാഷ്മി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരൊക്കെ എത്രത്തോളം അനുഭവിച്ചു. ഈ പെൺകുട്ടി തന്നെ ട്രോമയിൽ കിടന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടർമാരുടെ മൊഴി എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവിടുത്തെ ഡോക്ടർമാരുടെ മൊഴി എടുത്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. അവിടെ ട്രീറ്റ്മെൻറ്റിൽ ഇരുന്നതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തു. അത് മുഴുവൻ കോടതി കൊടുത്തപ്പോഴല്ലേ കോടതി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ പിന്നെ കോടതിയെ പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് ആർക്കെല്ലാം പറയാൻ പറ്റൂ? അത് കോടതി വിധിയല്ലേ. അപ്പോൾ എന്താണെങ്കിലും ശരി. അല്ലെങ്കിൽ പിന്നെ ശ്രീ പെരുമനെയൊക്കെ പറയുന്ന പോലെ ശ്രീ പെരുമനെ അതുപോലെ ഈ പിന്നെ നമ്മുടെ
രാഹുൽ ഈശ്വരും ഒക്കെ നേരത്തെ ഹരീഷ് വാസുദേവൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ചില ആളുകളുടെ വായിൽ നിന്ന് വരുന്ന മാലിന്യമാണ് ഇതേപോലെയുള്ള പെൺകുട്ടികൾ പരാതി പറയലിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുന്നത്. ഈ മാലിന്യം മാത്രമല്ല, ഇവരൊക്കെ എന്തോ പക്ഷെ അതിനകത്ത് കോടതി ഉത്തരവ് ഒരു പരിധി വരെയെങ്കിലും അവർക്ക് ധൈര്യം പകരുന്നതാണ്. അത് കാണാതിരുന്നുകൂടാ. ആണ് കാശ്മീർ, ഈ കോടതി ഉത്തരവ് ധൈര്യം പകരുന്നത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓരോ കേസ് വരും, ദിലീപിന്റെ കേസ് വന്നാലും ശരി, ഹേമ കമ്മിറ്റി വന്നാലാണെങ്കിൽ ശരി, ഇങ്ങനെ കുറെ ആളുകൾ ടി വിയിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇവരെ ന്യായീകരിക്കാനായിട്ട് ഇറങ്ങും. അത് എന്ത് ഗുണമാണ് അവർക്ക് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ആ ഗുണത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ന്യായീകരിക്കുന്നവരൊക്കെ ഒരു കാര്യം ആലോചിക്കണം, ഇവർക്കുമൊക്കെ സഹോദരിമാരും അതുപോലെ തന്നെ അമ്മമാരും വീട്ടിലെ പിന്നെ സ്ത്രീകളും സ്വന്തക്കാരും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ ചുറ്റും സ്ത്രീകളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലാണോ അതോ അവരെയൊക്കെ ഈ രീതിയിൽ അപമാനിക്കുന്നതിലാണോ ഇവരുടെയൊക്കെ കഴിവ് എന്നുള്ള കാര്യം ഇവിടെ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി ആ കോടതി ഉത്തരവ് താങ്കൾ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ ബി രാമൻപിള്ള അസോസിയേറ്റ്സ് രാമൻപിള്ള വക്കീൽ നേരിട്ട് ഹാജരാണെന്ന് എനിക്കറിയില്ല. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയുടെ സ്വഭാവഹത്യ നടത്തും എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഓരോ സമയത്ത് എന്തൊക്കെയോ പറയുന്ന, ആർക്കെതിരെയും എന്തും പറയാൻ മടിയില്ലാത്ത ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരു യുവതിയാണ് എന്ന് പറയുന്നു. ഇത്തരം ഗുരുതരമായ റേപ്പ് കേസിൽ ഈ പറഞ്ഞ ഡിലേ മാത്രമാണ് പ്രധാന ഡിഫൻസായി ഉന്നയിക്കുന്നത്. അതിലൊരു സെൻറ്റൻസ് ഇങ്ങനെയാണ് ശ്രീ പെരുമന: ദ സർവൈവർ ഹാസ് നോ കേസ് ദാറ്റ് പെറ്റീഷണർ ഹാസ് കമ്മിറ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ്, ദെയർഫോർ ദ ഒഫൻസ് അണ്ടർ സെക്ഷൻ 375 ഓഫ് ദ IPC ഈസ് നോട്ട് അട്രാക്റ്റഡ്. സെക്ഷൻ 375 വായിച്ച ഒരു അഭിഭാഷകന് അത് കോടതിയിൽ അങ്ങനെ വായിക്കാൻ പറ്റുമോ? അതിൻ്റെ ബിയും ഡിയും ക്ലോസൊക്കെ വായിച്ച ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ വാദമുഖങ്ങൾ പൊളിഞ്ഞ അവസ്ഥയായിരുന്നു ആദ്യം തന്നെ, അല്ലെങ്കിൽ തന്നെ ദുർബലമായിരുന്നു അത്. ശ്രീ പെരുമന, നോക്കൂ ആഷ്മി, ഇവിടെ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ കേവലം ആ ഒരു മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറിറ്റിലേക്ക് കടക്കാതെ തന്നെ ഏതൊക്കെ രീതിയിൽ പ്രൈം വിറ്റ്നസ് ആയിട്ടുള്ള ആ വിക്ടിമിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത്രയും റിലയബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല അവർ തന്നിട്ടുള്ളത്. അവർ പുറത്തു പറഞ്ഞ് വന്ന വാക്കുകളിൽ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പല വ്യത്യാസങ്ങളുണ്ട്, മറ്റാരോ ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെ. ഒരു റൈറ്റ് ടു ലീഗൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ അവകാശമാണ് ഒരു പ്രതിക്ക്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അയാൾ ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കുന്നു, അവർ കോടതിയിൽ പറയുന്നു, അവരുടേതായിട്ടുള്ള ഡിഫൻസുകൾ എടുക്കുന്നു. ഇത് രണ്ടും കേട്ടുകൊണ്ട് തന്നെ ഈ കോടതി പറയുന്നു പ്രൈമ ഫസി ഇതിലൊരു കേസുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഫർദർ ഫ്രീ ഫെയർ ആൻഡ് എന്താണ് ഒരു തരത്തിൽ തടസ്സമില്ലാത്ത ഇൻവെസ്റ്റിഗേഷന് വിടണം എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഈ ഫൈൻഡിങ്സ് ഒന്നും അതിൽ ഭാഗമാവില്ല, മെറിറ്റിലേക്കും വന്നിട്ടില്ല. പ്രൈമ ഫസി അതുകൊണ്ട് ഞാൻ തീരെ കുറച്ച് സമയം തന്നുള്ളൂ. അടുത്ത ചർച്ചയിൽ ഞാനത് പരിഹരിക്കുന്നതുമായിരിക്കും. ഒരുപക്ഷെ വരുന്ന പരാതികളിൽ കള്ളപ്പരാതികൾ ഉണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അത്തരം കള്ളപ്പരാതികൾ ഉണ്ടെങ്കിൽ അത് നിയമ സംവിധാനങ്ങൾ കണ്ടുപിടിക്കട്ടെ, വേണമെങ്കിൽ ആ കള്ളപ്പരാതി നൽകിയവരെ ശിക്ഷിക്കട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സെക്ഷൽ അസോൾട്ട് നേരിട്ട, അല്ലെങ്കിൽ ഒരു ബലാത്സംഗം നേരിട്ട, അതിൻ്റെ ട്രോമയിൽ കൂടി കടന്നു വന്ന് എത്ര വർഷം കഴിഞ്ഞായാലും അതിൻ്റെ തീവഴികൾ കൂടി കടന്നു വന്ന് മരിച്ചു പോകാതെ പിടിച്ചു നിന്ന് അല്പം ധൈര്യം വീണ്ടെടുത്ത് അത് പറഞ്ഞു തുടങ്ങുന്നവരോട് ഇവിടെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന ചോദ്യം ചോദിക്കരുത് എന്നാണ് ആ കോടതി ഉത്തരവിൻ്റെ സാരാംശം. ആ കോടതി ഉത്തരവ് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം പ്രോഗ്രസീവാണ്. മുന്നോട്ടുള്ള വഴിയിൽ ഒരു വഴിവെളിച്ചമാണ് ആ കോടതി ഉത്തരവ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു ഇനി.